ഹലോ ഗൈസ്, ഉപ്പും മുളകും പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ നമ്മുടെ പാറമട കുടുംബത്തിന് ഓണച്ചന്ത പൊട്ടി പാളീസാകുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഓണച്ചന്തയിലേക്ക് ആരും തന്നെ പച്ചക്കറി മേടിക്കാൻ ഒന്നും മന്നില്ല. അപ്പൊ എല്ലാരും ഭയങ്കര ശോകത്തിലാട്ടോ. ഒരു കച്ചവടം പോലും നടക്കുന്നില്ല. അതിന്റെ ഇടയിൽ നമ്മുടെ ഷിബു വന്നിട്ട് അവിടെ നിൽക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ കേശു വിചാരിക്കുന്നത് ഷിബു മനഃപൂർവ്വം ആ ബിസിനസ് ഒക്കെ കുളമാക്കുന്നതാണ് എന്നാട്ടോ കേശുവിന്റെ ധാരണ. അങ്ങനെ നമ്മുടെ ശിവാനിയും കേശുവും ഒക്കെ തമ്മിൽ നമ്മുടെ ഷിബുവിന്റെ കാര്യം പറഞ്ഞു ഓടക്കൊക്കെ വരുന്നുണ്ടേ. പിന്നീട് നമ്മുടെ കേശു ഇങ്ങനെ പറയുവാ, നമുക്ക് ഈ പച്ചക്കറി വല്ല പച്ചക്കറി കടയിലും കൊടുത്താലോ, മേടിച്ച വിലയ്ക്ക്, അല്ലെങ്കിൽ ഈ വല്ല വീട്ടുകാർക്ക് ഫ്രീ ആയിട്ട് കൊടുത്താലോ, അല്ലെങ്കിൽ ഈ പച്ചക്കറിയൊക്കെ ചീത്തായി പോകൂലേ, വേറെ ഒരു വഴിയില്ല എന്നൊക്കെ പറയുവാട്ടോ. അപ്പൊ നമ്മുടെ ലച്ചു ഇങ്ങനെ ഭയങ്കര ദേഷ്യം പിടിച്ച് നമ്മുടെ കേശുവിനെ നോക്കുന്നുണ്ട്. അപ്പൊ പച്ചക്കറി ചന്ത പൊളിഞ്ഞു എന്നാണല്ലേ നീ പറഞ്ഞു വരുന്നേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവരൊരു അറിയിപ്പ് കൊടുക്കുക, എല്ലാവർക്കും ഫ്രീ ആയിട്ട് പച്ചക്കറി കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ നാട്ടുകാരൊക്കെ കൂടി ഓടി വന്ന് എല്ലാം പുറക്കി കൊലയെ പാടൊക്കെ എടുത്തുകൊണ്ട്, ആകെ കുറച്ച് കറിവേപ്പില മാത്രം ഉണ്ടാവട്ടെ ബാക്കി എല്ലാവരും കിറ്റിയപ്പാടെ വന്ന് നിറച്ചെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇവരൊക്കെ ഇങ്ങനെ ഭയങ്കര ശോകമായിട്ടിരിക്കുമ്പോൾ പുലികളിയും ചെണ്ടമാളൊക്കെ ആയിട്ട് വരുവാട്ടോ. അപ്പൊ ആരാണ്? നമ്മുടെ സ്വന്തം ഷിബു ആയിരിക്കും വരുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ഷിബുവിനെ കാണുമ്പോൾ നമ്മുടെ കേശു ആദ്യമൊക്കെ ഒന്ന് ദേഷ്യപ്പെടും. അപ്പൊ ഷിബു പറയും, നിങ്ങളൊക്കെ സങ്കടത്തിൽ ഇരിക്കുവാണെന്ന് എനിക്ക് മനസ്സിലായി, നിങ്ങളെയൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്, ഓണം അല്ലേ, അതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് ചില്ലാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ വേഷം കെട്ടി വന്നേ. പോട്ടെ കേശു, വിട്ടുകള, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഓണം കഴിഞ്ഞ് സംസാരിക്കും, ഇപ്പൊ ഓണം നമുക്ക് ഒരുമിച്ച് തകർക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെല്ലാരും കൂടി ഒത്തൊരുമിച്ച് ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിച്ചത്. എന്തായാലും നമ്മുടെ ഷിബുവിന്റെയും കേശുവിന്റെയും പിണക്കം തീർന്നതായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത്. കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.